Welcome dear students to my next class. In this session, we can discuss about the types of working capital. Working capital mainly divided into two on the basis of concept, on the basis of time. On the basis of concept, working capital is again divided into two. They are gross working capital and net working capital. Once again, on the basis of concept, working capital is divided into two, gross working capital and net working capital. On the basis of time, working capital is mainly divided into permanent working capital and temporary working capital. The temporary working capital again divided into seasonal working capital and special working capital. First one, on the basis of concept, working capital is divided into gross working capital and net working capital. Then first we have to identify gross working capital. What about gross working capital? Gross working capital require a firm have adequate investment in current assets and proper management of these assets. Gross working capital means the total of current assets that we have the firm make adequate investment in current assets. ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേം അതിൻ്റെ കറണ്ട് അസറ്റ്സിലുള്ള അതിൻ്റെ ആഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ പറയുക ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതർവൈസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ടോട്ടൽ ഓഫ് ഓൾ കറണ്ട് അസറ്റ്സ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ടോട്ടൽ ഓഫ് ഓൾ കറണ്ട് അസറ്റ്സ്. Under gross working capital concept, the working capital is the total of investment in current assets. Then it should be neither excessive nor inadequate asset. If there are surplus funds, they should be immediately invested. And if the funds become low, the requirement is greater, the financial manager should be able to get the required finance so that the commitment of the firm can be made short notice. We have already told gross working capital is the total investment in current assets. Current assets illulla total investment ഇനെയാണ് നമ്മൾ gross working capital എന്ന് പറയാം. ഈ gross working capital, it should not be excessive and it should not be inadequate. ഈ വർക്കിംഗ് ക്യാപിറ്റൽ എക്സസീവ് ആവാനും പാടില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇനാഡിക്വേറ്റ് ആവാനും പാടില്ല. ഇഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഫൗണ്ട് ടു ബി എക്സസീവ്, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ് എങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ സർപ്ലസ് ഓഫ് ഫണ്ട്സ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ. The gross working capital should not be inadequate or it should not be എക്സസീവ്. നമ്മളുടെ ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും എക്സസീവ് ആവാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് ആവാനായിട്ടും പാടില്ല. ഇഫ് ദ ഫണ്ട്സ് ആർ ഫൗണ്ട് ടു ബി എക്സസീവ്, ഫണ്ട്സ് നമ്മുടെ കൂടുതലാണ്, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ അതിനെ ആഡിക്വേറ്റ് ആക്കി മാറ്റണം. വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒപ്റ്റിമം ആയിട്ട് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒപ്റ്റിമം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന സർപ്ലസ് ഫണ്ടുകളെ നമ്മൾ മറ്റ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ മണി എപ്പോഴും ആഡിക്വേറ്റ് ആക്കി മാറ്റണം. ഇപ്പൊ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എക്സസീവ് ആയി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റ് നമ്മുടെ ഫേമിനില്ല. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എക്സസീവ് ആണ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് കൂടുന്നു. കറണ്ട് അസറ്റ്സിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരിക? ക്യാൻ യു ലിസ്റ്റ് ഔട്ട് ദാറ്റ്? ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇൻവെന്ററി, സൺട്രി ഡെറ്റാസ്, ബിൽസ് റിസീവബിൾ ആൻഡ് സോ ഓൺ. അപ്പൊ ഇങ്ങനെയുള്ള അസറ്റുകളാണ് വരുന്നത്. ഈ അസറ്റുകൾ കൂടിയത് കൊണ്ട് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇൻവെന്ററി ഒക്കെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ കറണ്ട് അസറ്റ്സ് വല്ലാതെ കൂടിയിരുന്നാലും അത് വെറുതെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന പോലെയാണ്, മണി ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടുക. അതുകൊണ്ട് അത് എപ്പോഴും സർപ്ലസ് ആണെങ്കിൽ അതിനെ ആഡിക്വേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് കേസ് പറയാണ്, ഇഫ് ദ ഫണ്ട്സ് ബിക്കം ലോ ആൻഡ് ദ റിക്വയർമെന്റ് ഈസ് greater, the financial manager should be able to get the required finance so that the commitment of the firm can be made short notice. ഇനി നമുക്ക് ഫണ്ട് ഇനാഡിക്വേറ്റ് ആണ്, ഇഫ് വി ഹാവ് ഇനാഡിക്വസി ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെയാണെങ്കിലോ വി ഷുഡ് നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു മീറ്റ് അവർ ഡേ ടു ഡേ ഓപ്പറേഷൻ, അല്ലേ? അപ്പൊ അങ്ങനെ ഫണ്ട് ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണ് നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്? ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, പേയ്മെന്റ് ഓഫ് വേജസ്, സാലറീസ്, റെന്റ്, ഇൻഷുറൻസ് ആൻഡ് സോ ഓൺ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എക്സ്പെൻസസും മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് നോട്ട് ബി എക്സസീവ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി
inadequate. It should be kept at an optimum manner. Then we have to discuss about the net working capital. Net working capital is the difference between current assets and current liabilities. Net working capital is the difference between current assets and current liabilities. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട്ലി നോൺ ആസ് NWC is equal to current assets minus current liability. ഫേമിന്റെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് അതിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്യുമ്പോഴാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുക. നെറ്റ് ആണ്, ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വൺസ് അഗെയിൻ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. ഇഫ് ദ കറണ്ട് അസറ്റ്സ് ആർ ഹയർ we will get a positive net working capital. If the current liabilities exceeds the current assets, we will get a negative working capital. അപ്പോൾ നമുക്കറിയാം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് ആണ് ഇക്വേഷൻ. അപ്പോൾ കറണ്ട് അസറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 1 lakhും കറണ്ട് ലൈബിലിറ്റി 50,000 ആണെങ്കിൽ അവർ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് 50,000 ആണ് ഡിഫറൻസ് വരിക. അറ്റ് ദ സെയിം ടൈം അവർ കറണ്ട് അസറ്റ്സ് ഇസ് ഈക്വൽ ടു 50,000, അവർ കറണ്ട് ലൈബിലിറ്റി ഇസ് ഈക്വൽ ടു 60,000. വി വിൽ ഗെറ്റ് 50,000 minus 60,000, that is minus 10,000. The minus indicate the negative working capital. If the current liability exceeds the current assets, we will get a negative working capital. Under current ratio, we will have a rule or norm has 2:1. The ratio of current asset is adequate is 2:1. എപ്പോഴും current assets 2ഉം current liability 1ഉം ആയിരിക്കണം. We have studied in the management accounting. Current asset should be as a rule to maintain a ratio of 2:1. The ideal norm of current ratio is 2:1. That is current assets maintained in 2 and current liability in 1. Net working capital explain the management of financing of working capital through financing of long term and short term funds. Net working capital പറയുന്നത് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഫേം ഫിനാൻസ് ചെയ്യുന്നത് അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം സോഴ്സസ് വഴിയായിട്ടാണ്. Then what are the components of current assets? Current assets, it can be denoted as CA. CA is the total of cash plus marketable security plus accounting receivable plus notes, bills receivable, inventories. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് ആദ്യം അറിയണം. കറണ്ട് അസറ്റ് വരുന്നത് ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, അക്കൗണ്ടിംഗ് റിസീവബിൾസ്, നോട്ട്സ്, ബിൽസ് റിസീവബിൾ, ഇൻവെന്ററീസ് എക്സെട്ര. കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് അക്കൗണ്ട് പേയബിൾ, നോട്ട്സ്, ബിൽസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ലോൺസ്. ഇതൊക്കെയാണ് സാധാരണ വരുന്ന കറണ്ട് ലൈബിലിറ്റി. Then we can say is about the difference between the net working capital and gross working capital. It's important one. Net working capital and gross working capital. Net working capital is a qualitative concept. Net working capital is a qualitative concept. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ ഡിഫറൻസ് എക്സസ് ആ ഒരു ഡിഫറൻസ് നെറ്റ് എമൗണ്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, അതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ആണ്. ദെൻ അണ്ടർ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, it indicates the firm's ability to meet its operational expenses and current liability. Net working capital indicates the firm's ability to meet the operating expenses and current liability. Net working capital indicate ചെയ്യുന്നത് ഒരു ഫേമിന്റെ ഓപ്പറേഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള അബിലിറ്റിയാണ്. അതുപോലെ തന്നെ ആ ഫേമിന് കറണ്ട് ലൈബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ പറഞ്ഞത്. നമ്മൾ ഡിഫറൻസ് അല്ലേ എടുക്കുന്നത്. ദെൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വാട്ട് ആർ ദ ടോട്ടൽ എമൗണ്ട്സ് അവൈലബിൾ ഫോർ ഫിനാൻസിങ് ദി കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിലേക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ പറയുന്നത്. The net working capital expressed as current assets minus current liability. We have already learned net working capital is equal to current assets minus current liability. At the same time, gross working capital, the third one, indicate the total sum of current assets. Current assets in the total ആണ് gross working capital. Net working capital is very popular in accounting system. Accounting systemത്തിൽ നമ്മൾ എപ്പോഴും net working capital ആണ് യൂസ് ചെയ്യുക. But in financial management,
ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് വെരി പോപ്പുലർ. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെറ്റ് കോൺസെപ്റ്റ് സ്യൂട്ടബിൾ ഫോർ സോൾ ട്രേഡർ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. ചെറിയ ചെറിയ ഫേമുകളിൽ, സോൾ ട്രേഡിംഗിൽ, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിലൊക്കെ നെറ്റ് കോൺസെപ്റ്റ് സ്യൂട്ടബിൾ ആണ്. ഗ്രോസ് കൺസെപ്റ്റ് മാനുഫാക്ചറിങ് നടക്കുന്ന വലിയ വലിയ കമ്പനികളിലാണ് ഈ ഗ്രോസ് കൺസെപ്റ്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഗ്രോസ് കൺസെപ്റ്റ് സ്യൂട്ടബിൾ ഫോർ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. Then it is very useful to find the true financial position of a company. By looking upon the net working capital, we can get an idea regarding the true financial position of a company. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബെറ്റർ ആയിട്ട് വരിക നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. പക്ഷെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടില്ല. കാരണം ഇറ്റ് ഈസ് ദ എൻറ്റയർ കറന്റ് അസറ്റ്സ് ആണ് അല്ലെ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ്സ് ആണ്. പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് കറന്റ് അസറ്റ്സ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അറ്റ് ദ സെയിം ടൈം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് മോർ ഫോർ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ. Then net working capital. Under net working capital concept, increase in bank loan cannot increase in working capital. Bank loan കൂടിയത് കൊണ്ട് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നില്ല. Retained profit, sale of fixed assets will increase net working capital. ഫേം സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിട്ടൈൻഡ് പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. ഇൻക്രീസ് ഇൻ ബാങ്ക് ലോൺ ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ കൂട്ടുന്നില്ല നമ്മുടെ. എവറി ഇൻക്രീസ് ഇൻ ബോറോയിങ് വിൽ ഇൻക്രീസ് ദ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ എപ്പോൾ മണി ബോറോ ചെയ്യുമ്പോഴും എവറി ഇൻക്രീസ് ഇൻ ബോറോയിങ് വിൽ ഇൻക്രീസ് ദ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കിപ്പോ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുകയാണ്, മണി കൂടുകയാണ്, അതിന്റെ ഇഫക്റ്റ് എപ്പോഴും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലാണ് വരിക. പക്ഷെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ അങ്ങനെ ഒരു ഇഫക്റ്റ് വരുന്നില്ല. താങ്ക് യു ഫ്രണ്ട്സ്.